ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എവിടെ നോക്കിയാലും ട്രെൻഡിങ് ആയിട്ടുള്ള ബൺമസ്കയുടെയും ചായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇറാനി ചായയും ബൺമസ്കയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം ഇതിലേക്കുള്ള ക്രീമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി പരുവത്തിലാക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ക്രീം റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ബണ്ണാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ബണ്ണ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഈ ഒരു ക്രീം വേണ്ടത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ബൺമസ്ക റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇറാനി ചായയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചായ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്ക, ഗ്രാമ്പു, പട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ തിളച്ച് വരുമ്പോൾ അത്യാവശ്യം ചായപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ല കടുപ്പത്തിൽ തന്നെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു ഇറാനി ചായയുടെ ഫ്ലേവർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. ഒരു ക്രീമി പരുവാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബൺമസ്കയും ഈ ഒരു ചായയും ഉണ്ടല്ലോ, അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടാത്തവർ വരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്